നമ്മൾ ഈ കാണുന്നത് ഏപ്രിൽ 14-ാം തീയതി നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ കൊല്ലം ഫിഷ് മാർക്കറ്റിലൊരു കാഴ്ചയാണ്. നമ്മൾ ഈ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെത്തോലി മീൻ തറയിൽ തട്ടിയിട്ടിരിക്കുകയാണ് മണ്ണിൽ. സംഭവം വേറെ ഒന്നിനുമല്ല. നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ തന്നെ ഇവർ കച്ചവടത്തിന് എടുത്തുകൊണ്ട് പോകും എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഉണക്കാൻ വേണ്ടിയുള്ള നെത്തോലി മീനാണ്. അപ്പോൾ ഈ നിൽക്കുന്ന വള്ളക്കാരുടെ കയ്യിൽ നിന്ന് നെത്തോലി മീൻ ഇന്ന് അല്പം കൂടുതലുള്ളത് കാരണം ഉണക്കാനുള്ളവരൊക്കെ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ലാഭത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉണക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. അപ്പോൾ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ വള്ളത്തിലും നെത്തോലിയും അതുപോലെ ചാള മീനുകളും തന്നെയാണ്. കാണുന്നുണ്ടോ? നമ്മൾ ഇന്നലെ ഏപ്രിൽ 13-ാം തീയതി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നെത്തോലി മീൻ തന്നെയാണ്. ഇപ്പോൾ പൊതുവേ നമ്മുടെ കടപ്പുറങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ചാളയും നെത്തോലി, കണവ അങ്ങനത്തെ മീനുകൾ തന്നെയാണ്. അപ്പോൾ ലേലവിളിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടോ? ഇനി ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് പോയി ഇതിന് നന്നായിട്ട് കഴുകി ഇവർ പ്ലാസ്റ്റിക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാലെന്ന് പറയും കേട്ടോ. അതായത് കരമടി, പഴയ കരമടിയൊക്കെ മാറ്റുന്ന സമയം അതിലുള്ള ആ മാലെന്ന് പറയുന്ന സംഭവം തറയിൽ വിരിച്ചിട്ടിട്ടാണ് ഇത് ഉണക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വള്ളങ്ങളെ നെത്തോലി മീനൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്നലെ ഞാൻ കാണിച്ചു തന്നു. ഏതായാലും ഒന്നുകൂടെ നോക്കാം. കുട്ടയ്ക്ക് അളന്ന കൊടുക്കുന്നത് വളത്തിന് വേണ്ടിയാ? ആ, പൊടിപ്പിനായിട്ട് എടുക്കുന്നത്. ഒഴുത്തിയിട്ട് എന്ത് വിലയില്ലേ അവിടെ? അവിടെ ലേലത്തിൽ കൊടുക്കാൻ പറ്റത്തില്ലേ? കുറഞ്ഞു പോകും. ഒറ്റടി എത്ര രൂപ എടുത്ത് കുട്ടയ്ക്ക്? 750 രൂപ. അപ്പോൾ ഇവർ പറയുന്നത് ഇവർ ഈ ഏപ്രിൽ 14-ാം തീയതി നമ്മുടെ കൊല്ലം ഫിഷ് മാർക്കറ്റിൽ മീനുമായിട്ട് വന്നതാണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് അവിടെ ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വില കുറയും കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പൊടിക്കാനായിട്ട് കേട്ടോ, പൊടിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. 750 രൂപയ്ക്ക് അളന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബോക്സിൽ കണ്ടോ, ബോക്സൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അളന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണവ, ഒരു കുട്ട കണവ വന്നിട്ട് ഏകദേശം 6000 രൂപ കടപ്പുറ റേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ കണ്ണൻകുഴിയാളയുണ്ട്, അയിലയുണ്ട്. ഇതൊക്കെ തട്ടുമടിക്കാരുടെ മീനുകളാണ് കേട്ടോ. നെത്തോലി മീന് കുറച്ച് വില കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കിടക്കുന്ന മിക്സഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. കണവയും അതുപോലെ ചാളയും അതൊക്കെ ഇവർ തിരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. അത് പ്രത്യേക വിലയാണ് കേട്ടോ ഓരോ മീനിനും. കണ്ടോ, കണവയൊക്കെ തിരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ കടപ്പുറങ്ങളിലുള്ള പ്രത്യേകത ഇത് തന്നെയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മീൻ ഏതാണ് വരുന്നത് ഒരു വള്ളക്കാർക്കുള്ളത് ആ മീൻ തന്നെയായിരിക്കും ബാക്കിയുള്ള എല്ലാ വള്ളക്കാർക്കും വരുന്നത്. ഒരു തട്ടുമടിക്കാർക്ക് ഇപ്പോൾ നെത്തോലി മീനുണ്ടെങ്കിൽ ആ പുറകെ വരുന്ന തട്ടുമടിക്കാർക്ക് ഇതേ അവസ്ഥ തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ കുട്ടിച്ചൂരയാണ് കുറേ നാൾ നമ്മുടെ കടപ്പുറങ്ങളിലുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ആ വള്ളക്കാർക്ക് എല്ലാം കുട്ടിച്ചൂരയായിരിക്കും. അതുപോലെ അയില ഉണ്ടെങ്കിൽ അയില, കണ്ണൻകുഴിയാളുണ്ടെങ്കിൽ കണ്ണൻകുഴിയാൾ. ഏതെങ്കിലും മീനെ ഇത് വ്യത്യസ്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ മീനിന് തക്കതായ വിലയും കിട്ടത്തുള്ളൂ. അതുപോലെ നമുക്ക് കഴിക്കാനായിട്ട് വാങ്ങുന്നവരും വ്യത്യസ്തമായിട്ട് വാങ്ങിച്ച് കഴിക്കത്തുള്ളൂ കേട്ടോ. ഇത് ഒരേ ഐറ്റം മീനുകളാകുമ്പോഴത്തേക്കും വാങ്ങുന്നവർക്കും അതുപോലെ കൊണ്ടുവരുന്നവർക്കും പ്രതിഫലമില്ല, കഴിക്കുന്നവർക്കും ഒരു മടി തോന്നുന്നു. അതാണ് അവസ്ഥ കേട്ടോ. ഇപ്പോൾ ഏപ്രിൽ 14-ാം തീയതി നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണവ, കണ്ണൻകുഴിയാള, അയില, നെത്തോലി, ചാള, വങ്കട എല്ലാ ഐറ്റം മീനുകളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് വില കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെത്തോലി മീനിനും അതുപോലെ ചാള മീനിനും തന്നെയാണ് കുറച്ച് വില കുറവ്. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബായ് ബായ്.